നമ്മുടെ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ ഒറ്റ എണ്ണത്തിനെ പോലും അനുവദിക്കരുത്. അവർ തൊട്ടാതെ അശുദ്ധമായി. കള്ളൻ കള്ളൻ, അവനെ പിടിക്കൂ. എടാ നായേ, നീ മോഷ്ടിക്കാൻ മാത്രമായോ? നിന്റെയും നിന്റെ വർഗത്തിന്റെയും അസുഖം ഇന്ന് തന്നെ ഞാൻ മാറ്റിത്തരും. ഇവനെ ഇവിടെ കെട്ടിയിട്ട് തല്ലണം. എന്നാൽ ഇവനും ഇവന്റെ കൂട്ടങ്ങളും ഒരു പാഠം പഠിക്കും. ഇവനെ ഇങ്ങനെ ഉപദ്രവിക്കാനോ അപമാനിക്കാനോ നിങ്ങൾക്ക് യാതൊരു അവകാശമില്ല. ഇവനടുത്ത പണ്ണിന്റെ തുക ഞാൻ നോക്കണം. സ്ത്രീ, നിങ്ങൾ ഇത് തലയിടണ്ട. ആ കള്ളനെ മര്യാദയ്ക്ക് വിട്ടേക്ക്, ഇല്ലെങ്കിൽ കന്യാസ്ത്രീ, ഞങ്ങളെ ധിക്കരിച്ച് അവനെ കൊണ്ട് പോകുന്നത് നിങ്ങൾക്ക് ആപത്താണ്. ആ കള്ളനെ ഇങ്ങോട്ട് ഇറക്കി വിട്. ആ കന്യാസ്ത്രീയും ഞങ്ങൾക്ക് കിട്ടും. അവന്റെയൊക്കെ വർഗത്തെ ഉദ്ധരിക്കാൻ നിൽക്കണ്ടെന്ന് നിന്നോടൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ? ഞങ്ങൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ദയവായി നിങ്ങളൊന്ന് ശാന്തരാകും. ആ കുട്ടിക്ക് തീരെ വയ്യ, അവന് വിശ്രമം വേണം. സിസ്റ്ററെ, പുറത്ത് ഭയങ്കര ഒച്ചയും ബഹളവും ഒക്കെയാ. സിസ്റ്റർ കുറച്ചു നാളും വീട്ടിലേക്ക് വല്ലതും മാറി നിൽക്കുന്നതാ നല്ലത്. എല്ലാം ശാന്തമാകുമ്പോ തിരിച്ചു വരാമല്ലോ. അപ്പൊ ഇവന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഇതെന്താ ആന്റി പെട്ടെന്നൊരു മുന്നറിയിപ്പ് ഇല്ലാതെ? ഇങ്ങനെ വന്നാലേ നിന്റെ യഥാർത്ഥ കോലം കാണാൻ പറ്റും. എന്താണ് ഇത്? നീ ആകെ മെലിഞ്ഞ് ഇറക്കിരിക്കുമ്പോ പോലെ ആയാലും. അതെ ആന്റി, ഞങ്ങൾ ഈ മോഡൽസ് ഒക്കെ മെലിഞ്ഞിരിക്കുന്നതല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്. അപ്പൊ നീ മോഡലാവാനാണോ എൽബി പഠിക്കുന്നത്? അതെ ആന്റി, അഡ്വക്കേറ്റായ മോഡൽ എന്ന് പറയുന്നത് കേൾക്കാൻ സൂപ്പർ അല്ലേ? അതിനും നല്ലതല്ലേ മോളെ അഡ്വക്കേറ്റായ സമർപ്പിത എന്നറിയപ്പെടുന്നത്. കൊച്ചു കള്ളി, അതും മനസ്സിൽ വെച്ചോണ്ടല്ലേ വന്നേക്കുന്നത്. എന്റെ മഠത്തിൽ ചേർക്കാന്നുള്ള വിചാരം ആ പരിപ്പ് ഈ കലത്തിൽ വേവൂല. ഒന്ന് ഓടി. ഞങ്ങളുടെ ഗ്രാമത്തിലെ കൂടുതൽ പേരും ആദിവാസികളാണ്. അവരെല്ലാവരും പട്ടിണിപ്പാവങ്ങളോ. സ്വന്തമായിട്ട് കൃഷി ചെയ്യാനുള്ള അവകാശമില്ല അവർക്ക്. അവിടുത്തെ ജന്മികളാണെങ്കിലോ ചെറിയ കൂലി കൊടുത്ത് അവരെ ചൂഷണം ചെയ്ത് ദിവസം മുഴുവൻ അടിമകളെ പോലെ പണിയെടുപ്പിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോഴാ ആശ്ചര്യം തോന്നുന്നു. ഇപ്പോഴും നമ്മുടെ ഈ രാജ്യത്ത് ഇത്തരം അനീതികൾ തുടരുന്നുണ്ടല്ലേ? അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ ഒരു സ്കൂൾ തുടങ്ങിയത്. ഇവിടുത്തെ സ്കൂൾ പോലെ സൗകര്യങ്ങളൊന്നുമില്ല. വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ മാത്രമേ അവരുടെ ജീവിതം മാറുകയുള്ളൂ. മോളെ പൊന്നു, നീ കേൾക്കുന്നുണ്ടോ ഇതൊക്കെ? ഒരു സിസ്റ്ററായി ദൈവത്തിനും മനുഷ്യർക്കും വേണ്ടി ജീവിക്കുന്നത് വലിയൊരു അനുഗ്രഹമാണ്. എന്റെ പൊന്നു വല്യമ്മച്ചി, ഈ മഠത്തിലെ 4 ചുമരുകൾക്കുള്ളിൽ ജീവിക്കാൻ എന്നെ കൊണ്ട് വയ്യ. അതുപോരാഞ്ഞിട്ട് കഴുത്തിലും കാതിലും ആഭരണമില്ലാത്ത ജീവിതം എനിക്ക് ഓർക്കാനേ വയ്യ. ആ മതി മതി, എല്ലാരും വന്നേ, ഞാൻ ഭക്ഷണം വിളമ്പാൻ പോവാ. നിർത്ത്. അമ്മച്ചി, ആ സാധനങ്ങൾ തന്നെ ഇടയിങ് വാ. ഇത് പിടിച്ച്. ഉത്തരേന്ത്യയിൽ വീണ്ടും ആൾക്കൂട്ട കൊലപാതകം. അവധി കഴിഞ്ഞ് തിരിച്ചെത്തിയ കത്തോലിക്ക സഭാംഗമായ സിസ്റ്റർ ആൻഡ്രിയാണ് കൊല്ലപ്പെട്ടത്. ആദിവാസി ഊരുകളിൽ ഭക്ഷണ കിറ്റ് വിതരണം ചെയ്യുകയായിരുന്ന സിസ്റ്ററിനെ മതപരിവർത്തനം നടത്തുകയാണെന്ന് കൂട്ടം ആൾക്കാർ സംഘം ചേർന്ന് ആക്രമിച്ചത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സിസ്റ്ററിന് ആശുപത്രിയിൽ വെച്ച് മരണം സംഭവിച്ചു.
എന്റെ മോളെ